ശരിക്കും പറഞ്ഞാൽ അതിൽ മേജർ കാര്യം ഉണ്ടായത് ആദില അനീഷിന്റെ ഒരു ഇഷ്യൂ തന്നെയാണ് അല്ലേ. അതിൽ ജയിൽ നോമിനേഷനിൽ ആദിലെ കുറിച്ച് പറഞ്ഞ പല കാര്യങ്ങൾ നമ്മൾ കാണാത്ത കാര്യങ്ങളാണ്. ഫോർ എക്സാമ്പിൾ എന്താണ്, അസൾട്ട്, ഫിസിക്കൽ അസൾട്ടിനെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ, അതെന്താണ് നടന്നതെന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. ഞാൻ കണ്ടിട്ടില്ല ലൈവിൽ, എപ്പിസോഡിലും കാണിച്ചിട്ടില്ല. ആ വിഷയം ബിഗ് ബോസ് ടീം അങ്ങ് മുക്കിക്കളഞ്ഞു. അതാ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അതങ്ങ് ഡ്രോപ്പ് ചെയ്തു. അത് എന്തുകൊണ്ടെന്ന് എനിക്കറിയണം. ബിഗ് ബോസ് ടീം എന്ത് ചെറിയ ചെറിയ കാര്യങ്ങൾ എടുത്ത് കാണിക്കുന്ന ഒരു ടീമല്ലേ. അപ്പൊ ഇങ്ങനത്തെ ഒരു വലിയ സംഭവം അതങ്ങ് കാണിക്കാതെ ആയതും അത് ഇനി ഡിസ്കസ് ചെയ്യുമെന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ അനീഷിന് അവിടെ കംപ്ലൈന്റ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് മുക്കിയെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അത് എടുത്ത് ജയിൽ നോമിനേഷൻ കൊണ്ടിട്ടതാണ് ശരിക്കും പറഞ്ഞാൽ ഒന്ന് പാളിപ്പോയത്. പക്ഷെ അങ്ങനത്തെ സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അത് ചെറിയ കാര്യമാണെങ്കിലും വലിയ കാര്യമാണെങ്കിലും അത് എടുത്ത് കൊണ്ടുവരണം, അതിന് ശിക്ഷ കൊടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം വെച്ചാൽ ഇത് ഇത് എല്ലാ സീസണിലും ഇപ്പം നടന്നു വരുന്നുണ്ട്. ഇനി ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്ന ആൾക്കാർ എന്ത് ധൈര്യത്തിൽ വരും? ഈ ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, നിങ്ങൾ ശിക്ഷ കൊടുത്താലല്ലേ അത് അടുത്ത പ്രാവശ്യം വരാതിരിക്കുള്ളൂ. എത്രയോ പേര് വെറുതെ തള്ളിയതിനൊക്കെ റോബിനൊക്കെ എടുത്ത് പുറത്തിറങ്ങി വിട്ടിട്ടുണ്ടല്ലോ. അത് കംപ്ലൈന്റ് ഉണ്ടായിരുന്നു, റിയാസ് കംപ്ലൈന്റ് പറഞ്ഞു. പക്ഷെ എന്നാലും അങ്ങനെ ചെയ്താലും കംപ്ലൈന്റ് ഉണ്ടായാലും ഇല്ലെങ്കിലും അത് ശിക്ഷ നടപടി എടുക്കണം. അത് മറച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഒരാളെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യം ബിഗ് ബോസ് ടീമിനുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് എന്തിനാണ് അത് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് വല്ല കാര്യം ഉണ്ടായോ? അതിലേക്ക് വല്ല ബെനിഫിറ്റ് ഉണ്ടായോ? അതിലേക്ക് ബെനിഫിറ്റ് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അപ്പൊ ബിഗ് ബോസ് ടീം അത് ഒളിച്ചു വെച്ചു. കാരണം എല്ലാ കൊല്ലം ഫിസിക്കൽ അസൾട്ട് വരുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ കൊണ്ട് ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അതൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അത് ടീമിനോടുള്ളൊരു ബിഗ് ബോസ് ഹൗസ് അതിനോടുള്ളൊരു ആ ടീമിനോടുള്ളൊരു നമ്മളൊരു വിശ്വാസം ഉണ്ടല്ലോ, അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന തരത്തിലാണ് ഇപ്പൊ ചെറുതായിട്ടൊന്ന് വരുന്നത്. എനിക്കങ്ങനെ ഫീൽ ചെയ്തു. കാരണം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എടുത്ത് ആക്കുന്ന ആൾക്കാർ ഈ വലിയ സംഭവം എന്തിനു മുക്കി എന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിക്കുവാണ്, എനിക്കത് ചോദിക്കാൻ തോന്നി, അതുകൊണ്ട് ഞാൻ പറയുവാണ്. ഇനി അതിൽ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിന് സോറിയോ ഒന്നും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ജയിലിൽ പോയി കഴിഞ്ഞിട്ട് കോംപ്രമൈസ് ആക്കി, അത് എല്ലാവരും ചെയ്യുന്നൊരു സ്വഭാവമാണ് കേട്ടോ. ഒരു ആഴ്ച മുഴുവൻ ചെയ്ത് കഴിയുമ്പം ജയിലിൽ പോയിട്ട് അത് ലക്ഷ്മി ചെയ്തല്ലോ കഴിഞ്ഞ മുമ്പ് അനിലിനോട് പോയി മാപ്പ് പറയുന്നു. സൺഡേ അതായത് എപ്പിസോഡ് ഇല്ല എന്നുള്ള ഉറപ്പുള്ള ആ ഒരു ദിവസത്തിൽ ചെന്നിട്ട് കോംപ്രമൈസ് ആക്കുക. അതൊക്കെ എല്ലാവരും ചെയ്യുന്നൊരു ഉടായിപ്പായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അത് തന്നെ ആദില ഇവിടെ ചെയ്തിട്ടുണ്ട്. ആദില ഈ ആഴ്ച ഫുൾ റോങ് ആണ്, ഒരു ഡൗട്ടും ഇല്ല. റോങ് ആണ്, ജയിലിൽ പോയി കിടക്കേണ്ട ആവശ്യമുള്ള ആൾ തന്നെയായിരുന്നു, നോ ഡൗട്ട്.